ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ ഗുഡ് നൈറ്റാ. എന്താ? ഇവിടെ ഗുഡ് നൈറ്റ് ആണ്. അതെ 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 ഇവിടെ ഗുഡ് എങ്ങനെയുണ്ട് മോർണിംഗ്. ഷോയൊക്കെ? ഷോയൊക്കെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. എല്ലാം നന്നായിട്ട് നടന്നു. ചെക്ക് ഓക്കെ, വെരി എങ്ങനെയുണ്ട്? ഗുഡ്. ഹൗ ആർ യു? ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് ചില ഓക്കെ. റീൽസ് കട്ട്സ് ഒക്കെ. എങ്ങനെയുണ്ട്? പാട്ടൊക്കെ പൊളിക്കുന്നുണ്ട്. കേൾക്കാമോ? കേൾക്കാം കേൾക്കാവോ? യാ യാ ഞാൻ ചോദിച്ച ഹൗ ആർ യു എന്ന്. അത് കട്ടായി പോയി, അവിടെ ഫ്രെയിം ബ്രേക്ക് ആയി പോയി. ഐ എം ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ. എങ്ങനെയാണ് ട്രിപ്പ് ഒക്കെ? ഇപ്പൊ എവിടെയുള്ളേ? ഞാൻ ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലെ. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട് ഷോ? ഷോ എല്ലാം കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞല്ലേ? ഞാൻ 3rd തിരിച്ചു വരും. ഓക്കെ ഓക്കെ ഓക്കെ. നാളെയാണ് നമ്മുടെ റിലീസ്. ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും ആ സമയത്ത്? ഇന്ന് രാത്രിയാണ് US-ലെ. എനിക്ക് തോന്നുന്നു അവിടുത്തെ സമയം ഇവിടുത്തെ 11:30 11:45 റിലീസ്. ഓക്കെ ഓക്കെ. അവിടെ കാണുന്നുണ്ടോ അതോ? കാണണം. കാണാനുള്ളൊരു പരിപാടി ഉണ്ട്. നോക്കാം. ആ, ഉച്ചയൊക്കെ കാണുന്നുണ്ടോ? ഞാൻ ചിലപ്പോ ദുബായിക്ക് പോകും രാവിലെ. അവിടെ ഒന്ന് കാണാൻ സാധ്യതയുണ്ട്. അവിടെ ഒരാള് ദുബായ് ചിലപ്പോ കാണുന്നു, തിയേറ്റർ വെച്ചിട്ടെങ്കിലും ഉണ്ടാവും. ഒരാള് ദുബായിൽ കാണുന്നു, ഒരാൾ US-ൽ കാണുന്നു. ഇവിടെയൊക്കെ മലയാളികളുണ്ടല്ലോ. പിന്നെ ലോകം മുഴുവനില്ലേ. അപ്പൊ എല്ലാരും വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ് ആ സിനിമയ്ക്ക്. അതെ അതെ. കുറെ നാളത്തെ കഷ്ടപ്പാട് ഉത്ഥാനം ഒക്കെയാണ്. നടക്കുന്നു. എല്ലാരും ഒരുപാട് നാള് കഴിഞ്ഞ് വരുന്നൊരു സിനിമയല്ലേ നമ്മൾ ഒരുമിച്ച്. അതെ, തീർച്ചയായിട്ടും നമ്മളൊന്നിച്ചുള്ള സിനിമ. ചാക്കോച്ചൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ല. വരുമായിരിക്കില്ല. പക്ഷേ ചാക്കോച്ച വരുന്നുണ്ടോ? ചാക്കോച്ചൻ വരാമെന്ന് വളരെ പറഞ്ഞു. വലിയ എക്സ്പെക്ടേഷൻ ആണ് സിനിമ. അതെ, ആളുകളുടെ പ്രതീക്ഷകൾ. ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. പ്രതീക്ഷയുണ്ട്, എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നറിയില്ല. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. നമ്മുടെ ഉള്ളതല്ലേ നമുക്കുള്ളൂ. ഒരു വേറെ പലതൊക്കെ പ്രതീക്ഷിക്കുന്ന കുഴപ്പമായി പോകും. നമ്മുടെ ഉള്ളതിനെ പ്രതീക്ഷിക്കണേ. ഇത് മലയാള സിനിമയുടെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. ഇനി ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവണമെങ്കിൽ ഈ സിനിമ നന്നായിട്ട് കളക്ഷൻ ആവണം. പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, മറക്കുമെങ്കിലെങ്കിലും ലാഭം ചേർത്ത്, എന്നാലൊക്കെ ഉണ്ടാവും മലയാള സിനിമ. ഇതൊരു വലിയ ഉത്തരവാദിത്വം നമ്മളെക്കാൾ കൂടുതൽ പ്രേക്ഷകർക്കാ ഇതൊന്ന് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. പിന്നെ ട്രെയിലറും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ അതൊരു അതെ, എന്താണ്, ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാവണമെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടുവേ പണി. ദിസ് ഇസ് ഒരു ഗേറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വലിയ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതിന്റെ ഒരു തെളിവ്